ഞാൻ വലിയ നേർച്ചയൊക്കെ നേർന്നേ. അയ്യോ 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 അയ്യോ. ഹലോ എവരിവൺ. ധൃതിയിലാണ്. ആശൻ എന്നെ പറന്നാണ് സാരി ഉടുക്കാൻ കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മുടെ അജന്റെ ഉറ്റ സുഹൃത്തും എന്റെ കുഞ്ഞനിയനുമായ ഷിജിന്റെ കല്യാണമാണ്. കല്യാണ ചെറുക്കൻ മേക്കപ്പ് ചെയ്യാൻ പത്തനംതിട്ട ഫ്രിഞ്ച് സലൂണിൽ ഇരിക്കുകയാണ്. ഇവളെ വിട്ടിട്ട് വേണം അവനെ വിളിക്കാൻ. ഞാൻ നമ്മുടെ ചേച്ചിയുടെ അടുത്ത് സാരി ഉടുക്കാൻ പോകും. ഞാൻ ഇന്ന് സാരി ഉടുക്കുന്നത്. അപ്പൊ ഇന്ന് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എൻഗേജ്മെന്റിന് നമുക്ക് വലിയ ചെറുക്കന്റെ വീട്ടുകാർക്ക് വലിയ റോളില്ല. നമ്മൾ പോവുക, ഭക്ഷണം കഴിക്കുക, വരിക എന്നേ ഉള്ളൂ. ചെത്തുക എന്നൊക്കെ. നമ്മുടെ ആശിഷാണ് വരുന്നത് ഫോട്ടോ എടുക്കാൻ. താഴെക്കടവ് കഴിഞ്ഞു. ഓക്കെ ശരി ശരി. ഇത് കള്ളനാ മീൻസ് താഴെ കിടക്കുന്ന ഇച്ചിരൂടെ മുന്നിലാണ്. ഇത് നമ്മൾ പുറകെ കിടക്കുന്നത്. ആശാൻ എപ്പോഴും അങ്ങനെ. എനിവേ, അപ്പം ഇൻട്രോ ഭയങ്കര ലോങ് ആവുന്നു. ടു കട്ട് ദി ലോങ് സ്റ്റോറി ഷോർട്ട്. അപ്പൊ ഇന്നാണ് ഞാൻ സാരി ഉടുക്കാൻ ഡിസൈഡ് ചെയ്തത്. പിന്നെ എന്നെ അതുകൊണ്ട് നമ്മുടെ ചേച്ചിയുണ്ട്, സിൻസി ചേച്ചി എന്നെ സാരി ഉടുപ്പിക്കും. അത് ആരെങ്കിലും എടുത്തു തരുവാണെങ്കിൽ ഞാൻ എടുക്കാം. ഓക്കെ, ആരും എടുത്തല്ല, എനിക്ക് അച്ഛനെ കൊണ്ട് മോർച്ചറിൽ പോണം. അവിടെ പറഞ്ഞാൽ മതി. ചേച്ചിയുടെ ഹസ്ബൻഡ് അച്ഛനാണ് നമ്മുടെ കസിന്. അപ്പം അച്ഛനും അച്ഛനും കൂടെ മോർച്ചറിയുടെ വ്ലോഗ് എടുക്കത്തില്ല. അയ്യോ, ചേച്ചിയും കൊണ്ട് പാലില്ല, അച്ഛനെ കാല് വയ്യാത്തോണ്ട്. സാരി ഉടുപ്പിക്കുന്നോണ്ടാ ഞാൻ കൊണ്ടുപോകുന്നത്. അതെ, അതാണ് നമ്മുടെ സ്റ്റോറി. മോറൽ ഓഫ് ദ സ്റ്റോറി, സാരി ഉടുക്കാൻ പോകണം. സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ എൻഗേജ്മെന്റ് സമയത്തും കുറച്ചൊക്കെ കാണിക്കാം. മണവാള ചെറുക്കനെ നമുക്ക് കാണാം. പിന്നെ ആശിഷിനെ ഒക്കെ കാണാം. മണവാട്ടി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓ, എടുക്കാൻ പാടില്ല, പെറ്റി അടിക്ക്. കഴിഞ്ഞോടാ 10 മിനിറ്റും കൂടെ. ഓക്കെ ശരി 10 മിനിറ്റ്. ഇപ്പൊ എത്ര മണിയായി? ഓക്കെ ശരി വെച്ചോ. ഞാനിപ്പോ വാഴവട്ടത്തുണ്ട്. അച്ഛനെ എനിക്ക് മോർച്ചറി കൊണ്ട്, എനിക്കൊന്ന് പത്തനംതിട്ട തന്നെ ആണെന്ന് മോർച്ചറി. അപ്പൊ നിന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് തിരിച്ചു പോന്നതാ. ഒന്നുമില്ല, വെച്ചോ, ഞാൻ വന്നോളാം. പേടിച്ചു. ചെറുക്കനാണ്, ചെറുക്കനെ പിക്ക് ചെയ്യാൻ. ചെക്കൻ റെഡിയാണ്. ഞാനും ഒരു 15-20 മിനിറ്റ്സ് റെഡി ആകുമായിരിക്കും. സാരി ചേച്ചി ഭയങ്കര എക്സ്പേർട്ടാണ് ഉടുപ്പിക്കാൻ. എന്റെ കല്യാണ സാരി ഒക്കെ ചേച്ചിയാണ് ഉടുപ്പിച്ചത്. കല്യാണത്തിനല്ല, മന്ത്രകോടി. പെട്ടെന്ന് 2 മിനിറ്റ്. കാഞ്ചീപുരം സാരി 2 മിനിറ്റ്. അപ്പം അതൊക്കെയാണ് സ്റ്റോറി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ കൊച്ചിനെയൊക്കെ കാണിക്കാം കേട്ടോ. ഞങ്ങളെല്ലാം മിക്കവാറും ട്വിന്നിങ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ മൈൻഡിൽ. ഉടുത്ത് വരുമ്പോൾ അറിയത്തില്ല ട്വിന്നിങ് ആണ്. അവൻ്റെ ഉടുപ്പ് എനിക്കറിയാം എവിടെയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യം. കൊച്ചു വീട്ടിൽ ഇരിക്കുവാണ്. ഇന്ന് നേരത്തെ എണീറ്റ്, അതുകൊണ്ട് അവൻ ഇച്ചിരി ഫസി ആയിരിക്കും ഇന്ന്. അവൻ്റെ സമയം അല്ലാണ്ട് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതൊക്കെ തന്നെ സ്റ്റോറി. ഇനി അവിടെ ചെന്ന് കാണിക്കാമേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. വ്ളോഗിലാ, യൂട്യൂബിൽ വരും. വേണോട്ട് മമ്മി. നാളെ അല്ല, ഈ ആഴ്ച MUA ആയ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ. മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ചേച്ചി. ഞാൻ പറഞ്ഞ പോലെ സിൻസി ചേച്ചി ഇവിടെ. ഹലോ. എനിക്ക് ഇത്ര നല്ല സാരി ഉടുപ്പിച്ച സിൻസി ചേച്ചിയോടാണ് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ചേച്ചിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ കല്യാണത്തിന് ഉടുപ്പിച്ച് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ചേച്ചിയുടെ ഇൻട്രോ മൊത്തം പറഞ്ഞു, വ്ളോഗ് കണ്ട. അപ്പം ഇനി ഞങ്ങൾ ഓടുവാണ്. ഇനി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. കുഞ്ഞു പിള്ളേർ ഉറങ്ങി. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഇതാരിത്? തിരിഞ്ഞു. ഗുഡ് മോർണിംഗ്. അയ്യോടാ, ഇതാണ് ജോയിയുടെ എൻട്രി നമ്മുടെ വ്ളോഗിൽ. ഇനി നല്ലതായിട്ടിരിക്കുമ്പോൾ കാണിക്കാം. ആള് ചെത്താണ്. ഇനി വരാം. ഓക്കെ, ഓണമായിട്ട് എന്നാ പരിപാടി? ഓ ഓക്കെ. ബട്ട് ഉറക്കം കഴിഞ്ഞോ? നല്ലതായിട്ടൊന്ന് ഉറങ്ങി വന്നയാ. ഒന്ന് ഉറങ്ങി സുഖം പിടിച്ച് വന്നപ്പോഴത്തേക്കിന് വിളിച്ച്. ഇനി പിന്നെ വരാം. ഓക്കെ, ബൈ.
പോസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഓ മണവാളാ സുന്ദരനായിട്ടുണ്ട്. പിന്നെ ഇന്നലെ തൊട്ട് അവൻ അവിടെ കിടക്കുവാ. എന്താ ചെയ്യാ, നമുക്ക് ധൃതി ഉള്ളപ്പം ഇതാണ് സീന്. വിട് ചേച്ചി, അടിച്ചു വിട്. നേരെ ലോറിയുടെ വിട് വിട് വിട്. പേടിക്കണ്ട അണ്ണാ, ടെൻഷൻ വേണ്ട. 9 മണിയായപ്പോ 8:20 ആയപ്പോ എന്നെ ഒരുക്കി കഴിക്കതാ. കുറച്ച് മതി എന്ന് പറഞ്ഞതാ. അൻസു ഫുൾ മേക്കപ്പ് ആകട്ടെ, നീ ഇത് വിശ്വസിക്കല്ലേ. പിന്നെ ഫുള്ള് കിഴുത്തൊക്കെ അടഞ്ഞല്ലോ. ബിർല വൈറ്റ് പൊട്ടിയാ മുഖത്തൊരു കിഴുത്തയില്ലേ ഇപ്പം? ഞാൻ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര തൊണ്ട ഡ്രൈ ആവും. അതൊരു ടെൻഷൻ അടിച്ചിട്ടാ. വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ, നമ്മള് ദാഹിക്കും ഈ വെപ്രാളം കൊണ്ട്. ഈ അച്ഛൻ ചുമ്മാ പേടിപ്പിക്കുവാണോ? ഒന്നും വേണ്ട. ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടല്ലോ. അല്ല ഞാൻ ചോദിച്ചത് അല്ല വൃത്തികേടാണെങ്കിൽ അല്ലടോ അല്ലടോ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ വരുന്നുണ്ടോ? ഇല്ല അന്നാ ഊര് ഇത് തന്നെ വൃത്തിയില്ല കേട്ടോ. അത് ഞാൻ അകത്തോട്ട് ഇട്ടോളാം. പ്രയർ റോപ്പാ നല്ല ഭാര്യയെ കിട്ടണമെന്നുള്ള അവന് കിട്ടി. അതുകൊണ്ട് നിനക്കെന്തുവാ? നീ കെട്ടിട്ടുണ്ടോ? ഇവളെന്തുവാ കെട്ടി അറിയോ? ഇവിടെ അവന് വലിയ നേർച്ചയൊക്കെ നേർന്നയാ. പള്ളിക്കത്തി കെട്ടിട്ട് റോഡ് സൈഡിലായിട്ട് KA31Q ഇത് മാറ്റി കൊടുത്താൽ സഹായമാവുന്നു. നിയുക്ത മണവാളനും മണവാട്ടിയും അവരുടെ പേരൻസും സഹോദരങ്ങളും ചേർന്ന് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കും. വാങ്ങിക്കട്ടെ. എന്തോ ആക്രാന്തമായത്. ചന്ദനപ്പള്ളി എന്തു മീനിനെ കളിയാക്കുവാന്നോ? ആറ്റിറ്റ്യൂഡ്. Daddy on duty. മതിയടാ മതിയടാ, ഒരു മിനിറ്റ്. ആ അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ തോന്നുന്നു? നല്ല ഭംഗി തോന്നുന്നു. ആണോ? രസമായിരുന്നേ. അപ്പോൾ വ്ളോഗ് ഇവിടെ തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ ഇറങ്ങി അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ കാണും. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറയാം. Please subscribe Prince Varghese, famous YouTuber in England, UK. Yes. Okay, please subscribe.